വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ 99% ആളുകളും ഓവുലേഷൻ കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഓവുലേഷൻ വരെയുള്ള ടിപ്സൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രഗ്നൻസി സക്സസ്ഫുൾ ആവാത്തത്. അപ്പോൾ ആ കാര്യം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനോടകം ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കാം കേട്ടോ. നിങ്ങളുടേതായിട്ടുള്ള സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തെല്ലാം ടിപ്സ് ആണ് ഫോളോ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ടിപ്സ് ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരിക്കലും ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെന്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളതല്ല നമ്മുടെ ചാനലിലെ ടിപ്സ്. നേരെ മറിച്ച് ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് എടുക്കുന്നതോടൊപ്പം ലൈഫ് സ്റ്റൈൽ ഇതുപോലുള്ള ചേഞ്ചസ് കൂടി കൊണ്ടുവരികയാണെങ്കിൽ എളുപ്പത്തിൽ കൺസീവ് ആകാനായിട്ടും നിങ്ങൾക്ക് സാധിക്കും കേട്ടോ. ഡെയിലി നമ്മുടെ ചാനലിൽ ലൈവ് ഉണ്ട്. ലൈവിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഞാനുമായിട്ട് ഇന്ററാക്ട് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും കമന്റ്സ് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ലൈവിൽ ടൈം ഓൾറെഡി ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ മെൻഷൻ ചെയ്തിരിക്കും. ആ സമയത്ത് ലൈവ് കയറി കഴിഞ്ഞ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇന്ററാക്ഷൻ നടക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓവുലേഷൻ വരെ കൃത്യമായിട്ട് ഓരോ ടിപ്സും ചാനലിലെ ഫോളോ ചെയ്യുന്നവരാണ് ഒട്ടുമിക്ക ആളുകളും തന്നെ. ഓവുലേഷൻ വരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഗ്രാമ്പു വെള്ളം ഉപയോഗിക്കുന്നതും എക്സസൈസ് ചെയ്യുന്നതും ഫുഡൊക്കെ ശ്രദ്ധിക്കുന്നത്. പല ആളുകളും ഓവുലേഷന് ശേഷം ചെയ്തു വെക്കുന്ന ഒരു മിസ്റ്റേക്കാണ് ഓവുലേഷന് ശേഷമുള്ള സമയത്തും ടിപ്സ് ഫോളോ ചെയ്യാതിരിക്കുക. നമ്മുടെ ചാനലിലെ ടിപ്സ് മാത്രമല്ല, ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഫോളോ ചെയ്യാതിരിക്കുന്നത് പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. ഓവുലേഷൻ നടക്കുന്ന സമയത്തിന് ശേഷം നമുക്ക് ഒരുപാട് ഹോർമോണൽ ആക്ടിവിറ്റീസ് ബോഡിയിൽ ഉണ്ടാവുന്നുണ്ട്. ഓവുലേഷന് ശേഷം ഈസ്ട്രജൻ ഒന്ന് കുറയും, അതിനുശേഷം പ്രൊജസ്ട്രോൺ ഒന്ന് കൂടും, പിന്നെയും ഈസ്ട്രജൻ കൂടും. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് നടന്നിട്ടാണ് ആ ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഇംപ്ലാന്റേഷന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഒരുപാട് ഹോർമോൺസും അതുപോലെ തന്നെ ഒരുപാട് വിറ്റമിൻസും നമുക്ക് ശരീരത്തിൽ അത്യാവശ്യമായിട്ട് വേണം. ഓവുലേഷൻ കഴിഞ്ഞിട്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന അയൺ ഡെഫിഷ്യൻസി, സിങ്കിന്റെ ഡെഫിഷ്യൻസി, അതുപോലെ പ്രോട്ടീന്റെ അളവ് കുറയുന്നതൊക്കെ പലപ്പോഴും മിസ്കാരേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണമാവുന്നുണ്ട്. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത് അയണിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അയൺ സാധാരണ നമുക്ക് ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എംബ്രിയോ ഫോർമേഷൻ നടന്നു കഴിഞ്ഞാലും അത് റൈറ്റ് പോർഷൻ, അതിൻ്റെ ആ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയിൽ ആ ഇംപ്ലാന്റ് ആയിട്ടുള്ള എംബ്രിയോയിലോട്ട് ന്യൂട്രിയൻസും അതുപോലെ ഓക്സിജനും ഒക്കെ എത്തിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ എംബ്രിയോയ്ക്ക് ഗ്രോ ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി അവിടെ ഉണ്ടാവുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് കുഞ്ഞിലോട്ട് രക്തയോട്ടം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ അയണിന്റെ കണ്ടന്റ് നന്നായിട്ട് ഉണ്ടാവണം. ഓൾറെഡി നമുക്ക് ഓരോ മാസവും പീരീഡ് ആകുമ്പോൾ ബ്ലഡ് ലോസ് ഉണ്ടാവുന്നുണ്ട്. ആ ലോസ് ആകുന്ന ബ്ലഡ് എഗെയിൻ ഒരു പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എംബ്രിയോനെ നറിഷ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു കപ്പാസിറ്റി ശരീരത്തിന് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് എംബ്രിയോ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ എടുക്കാനായിട്ട് നോക്കുക. പലർക്കും കുഞ്ഞിലോട്ടുള്ള രക്തയോട്ടം കുറയുന്നത് കൊണ്ടാണ് കുഞ്ഞിന്റെ ആ ഒരു ഗ്രോത്ത് നഷ്ടമായി പോകുന്നതും ഹാർട്ട് ബീറ്റ് കിട്ടാത്ത സിറ്റുവേഷൻസും ഉണ്ടാകുന്നത്. പലപ്പോഴും ബ്ലഡ് പ്രഷറിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് കൊണ്ടുമൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കാം. അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കഴിവതും ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓവുലേഷന്റെ ശേഷമുള്ള ടൈമിൽ മാത്രമല്ല, പീരിയഡ്സിന്റെ ടൈം മുതൽ അടുത്തൊരു പീരിയഡ്സ് എക്സ്പെക്ട് ചെയ്യുന്ന സമയം വരെ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ എടുക്കാനായിട്ട് നോക്കുക. അത് എടുക്കാനായിട്ട് പറ്റാത്തവർ അറ്റ്ലീസ്റ്റ് ഡോക്ടറുടെ അടുത്ത് പോയിട്ട് അയണിന്റെ സപ്ലിമെന്റ്സ് എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാനായിട്ട് നോക്കുക. ശരീരത്തിൽ ബ്ലഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ് ബീറ്റ്റൂട്ട്, മാതളം നാരങ്ങ, ഉണക്കമുന്തിരി എന്നിവ. അതിലേതെങ്കിലും ഒന്ന് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് എടുക്കാനായിട്ട് നോക്കുക. പലർക്കും ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു മിഥ്യാധാരണയുണ്ട്, ബീറ്റ്റൂട്ട് കഴിച്ചാലോ മാതള നാരങ്ങ കഴിച്ചാലോ മിസ്കാരേജ് ഉണ്ടാകും എന്നതിനെ പറ്റിയിട്ട്. നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ് ഇത് രണ്ടും തന്നെ. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് എടുക്കാനായിട്ട് നോക്കുക. ഒരു ദിവസം ബീറ്റ്റൂട്ട് എടുത്തിട്ട് ഒരു 48 മണിക്കൂറിന് ശേഷം എഗെയിൻ റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. അത് രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും. ഇനി ബീറ്റ്റൂട്ടും മാതള നാരങ്ങയും എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ നട്ട്സ് കഴിക്കാനായിട്ട് നോക്കുക. ഉണക്കമുന്തിരി ആണെങ്കിലും ഉണങ്ങിയിട്ടുള്ള അത്തിപ്പഴം നമ്മൾ വെള്ളത്തിലിട്ട് കഴിക്കുന്നതാണെങ്കിലും ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ടുണ്ടാകുന്നതിനും ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷൻ നന്നായിട്ടുണ്ടാകുന്നതിനും സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായി ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒന്നാണ് ഈ സിങ്ക് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസിന്റെ ലെവൽസ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് വഹിക്കുന്ന ഒന്നാണ് ഈ സിങ്ക് എന്ന് പറയുന്നത്. ഈ സിങ്കിന്റെ കണ്ടന്റ് ശരീരത്തിൽ എത്തുന്നത് ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നു എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. സിങ്കിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലും നട്ട്സ്,
അതുപോലെ ഓൾ ഗ്രെയിൻ പ്രൊഡക്ട്സ്, ഡയറി പ്രൊഡക്ട്സ്, പൊട്ടാറ്റോ, ഇതൊക്കെയാണ് കൂടുതലും ഈ സിങ്കിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത്. ഇത് നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. പൊട്ടാറ്റോ കഴിക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, മുള വന്നിട്ടുള്ള ഉരുളക്കിഴങ്ങ് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. മുള ചെത്തി കളഞ്ഞിട്ടും നിങ്ങൾ ബാക്കി വന്നിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കാനായിട്ട് പാടില്ല. കാരണം മുളച്ചവിടെ വരുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ ടോക്സിൻസ് എത്തുന്നതിന് അത് കാരണമാവുന്നുണ്ട്. ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാകുന്നതിനും അത് കാരണമാകും കേട്ടോ. എപ്പോഴും നമുക്ക് കഴിക്കാൻ പാകത്തിന് ആ ഒരു ലൂട്ടിയൽ ഫേസിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിന് വേണ്ടിയിട്ട് 1, 2, 3 ഉരുളക്കിഴങ്ങ് മേടിച്ചിട്ട് നമ്മൾ വെക്കുക. അതിനുശേഷം അത് പ്രിപ്പയർ ആക്കി മുഴുവനായിട്ട് കഴിച്ചതിന് ശേഷം മാത്രം എഗെയിൻ നിങ്ങൾ സ്റ്റോക്ക് ചെയ്യുക കേട്ടോ. അടുത്തതാണ് ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡിന്റെ കണ്ടന്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കാത്തതോ ഫോളിക് ആസിഡിന്റെ സപ്ലിമെന്റ്സ് പ്രോപ്പർ ആയിട്ടുള്ള രീതിക്ക് നിങ്ങൾ ഉപയോഗിക്കാത്തതോ കുഞ്ഞിന്റെ ഫോർമേഷനെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. കുഞ്ഞിന് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ഉണ്ടാകുന്നതിന് അത് കാരണമാകുന്നുണ്ട് കേട്ടോ. കുഞ്ഞ് ഗ്രോ ആയി കഴിഞ്ഞാലും അതിന്റെ വികാസം സംഭവിക്കുന്നത് ആദ്യത്തെ ഒരു ട്രൈമസ്റ്ററിലാണ്. അതിന് ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. ആ ബിൽഡ് ചെയ്ത് വരുന്ന സമയത്ത് തന്നെ അതിൽ ഡിഫക്ട്സ് ഉണ്ടായി കഴിഞ്ഞാൽ കുഞ്ഞിന് മുൻപോട്ടേക്ക് അങ്ങോട്ടേക്ക് ഗ്രോ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി അവിടെ നഷ്ടമായി പോകുന്നു. അതുപോലെ തന്നെ ചിലപ്പോൾ കുഞ്ഞിന് മറ്റുള്ള വൈകല്യങ്ങൾ ഉണ്ടാകാനായിട്ടും ചാൻസസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഫോളിക് ആസിഡിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് കഴിക്കുക. അല്ലെങ്കിൽ ഫോളിക് ആസിഡിന്റെ മെഡിസിൻ നിങ്ങൾ ഉപയോഗിച്ച് എടുക്കുക കേട്ടോ. ഒരു 500 mg ഒക്കെയാണ് ഇപ്പോൾ ഡോക്ടേഴ്സ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. ഒരു ഡോക്ടറെ കണ്ടിട്ടോ ആശാവർക്കറെ കണ്ടിട്ടോ നിങ്ങൾ ഫോളിക് ആസിഡിന്റെ സപ്ലിമെന്റ്സ് എടുക്കുക. ഡയറക്റ്റ് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് ഉപയോഗിക്കുന്നതിനേക്കാളും ഏറ്റവും സേഫ് ആണ് നമ്മളൊരു ഡോക്ടറെ കണ്ടിട്ട് ആ ഒരു പ്രിസ്ക്രിപ്ഷൻ മേടിക്കുന്നത്. പിന്നെ നമുക്ക് ആ ഒരു മെഡിസിൻ ഉപയോഗിച്ചിട്ട് 3 മാസം 5 മാസം ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു പ്രിസ്ക്രിപ്ഷൻ തന്നെ ഫോളോ ചെയ്ത് പോകാവുന്നതാണ് കേട്ടോ. ഇനി മെഡിക്കേഷൻസ് എടുക്കാനായിട്ട് താല്പര്യമില്ലാത്ത ആളുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളിക് ആസിഡിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് പച്ചക്കറികൾ കഴിക്കുന്നത് നല്ലതാണ്. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അത് ഇലക്കറികൾ നന്നായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ മുട്ട കഴിക്കുന്നത് നല്ലതാണ്. സിട്രസ് ഫ്രൂട്ട്സും കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഈ മുട്ട കഴിക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് സംശയമുണ്ട്, മുട്ടയുടെ ആ മഞ്ഞ എടുക്കാവോ, വെള്ള മാത്രമാണോ കഴിക്കേണ്ടത്, എത്ര മുട്ട കഴിക്കണം, അങ്ങനെയൊക്കെ സംശയം പലർക്കും ഉണ്ട് കേട്ടോ. മുട്ട നിങ്ങൾ ഒരു മുട്ട എടുക്കുന്ന സമയത്ത് അത് ഫുള്ളി ബോയിൽഡ് ആയിട്ടുള്ള ഒരു മുട്ട അങ്ങനെ തന്നെ നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. മഞ്ഞക്കുരു മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. കാരണം മഞ്ഞയിൽ ഒരുപാട് ന്യൂട്രീഷൻ അടങ്ങിയിട്ടുണ്ട്. വെള്ളയിനേക്കാളും കൂടുതൽ ചിലപ്പോൾ മഞ്ഞയിൽ അടങ്ങിയിട്ടുണ്ടെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഫുള്ളായിട്ട് ബോയിൽ ചെയ്തിട്ടുള്ള ഒരു മുട്ട ഒരു ദിവസം നിങ്ങൾ കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അയേണും സിങ്കും ഫോളിക് ആസിഡും കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഒന്നാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഈ പ്രോട്ടീൻ കുഞ്ഞിന്റെ ഗ്രോത്തിന് ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ചില ആളുകൾക്ക് ഒരു ജസ്റ്റേഷൻ ഏജിന് വെച്ചിട്ടുള്ള ഒരു ഗ്രോത്ത് കുഞ്ഞിന് ഉണ്ടാവില്ല. അങ്ങനെ ഗ്രോത്ത് പുറകോട്ട് പോകുന്ന സിറ്റുവേഷൻസിൽ ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് കൊടുക്കുന്ന ഒന്നാണ് ഈ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് കേട്ടോ. അത് പാലിലോ വെള്ളത്തിലോ കലക്കിയിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. പ്രോട്ടീൻ പൗഡർ അങ്ങനെ ഉപയോഗിക്കാനായിട്ട് താല്പര്യമില്ലാത്ത ആളുകൾ പ്രോട്ടീന്റെ കണ്ടന്റ് ശരീരത്തിലോട്ട് എത്തിക്കാനായിട്ട് നോക്കുക. അതിൽ നമുക്ക് ചീസ് കഴിക്കുന്നത് നല്ലതാണ്, മിൽക്ക്, നട്ട്സ്, അതുപോലെ മുളപ്പിച്ചിട്ടുള്ള സ്പ്രൗട്ട്സ്, അതൊക്കെ വേവിച്ചിട്ട്, അതായത് മുളപ്പിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ എപ്പോഴും വേവിച്ചിട്ട് കൃത്യസമയത്തിനുള്ളിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് കൃത്യമായിട്ട് വളർച്ച ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഒരുപാട് പേര് പറയുന്നുണ്ട്, ചേച്ചി 7 ആഴ്ചയായി 8 ആഴ്ചയായി പക്ഷെ ഒന്നും തന്നെ വിസിബിൾ ആകുന്നില്ല, ഒട്ടും തന്നെ ഗ്രോത്ത് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ പ്രഗ്നൻസി ഓൾറെഡി നഷ്ടമായി പോയിട്ടുള്ള ആളുകളൊക്കെ ഈ ഒരു ടിപ്പും കൂടി ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അത് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത് മാത്രം ചെയ്യണമെന്നല്ല പറയുന്നത്. പീരിയഡ്സിന്റെ ആ ഒരു സെക്കൻഡ് ഡേ മുതൽ തന്നെ ഈ ടിപ്സ് ഒക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ ശരീരത്തിൽ വേണ്ടത് ആന്റി ഓക്സിഡൻസ് ആണ്. ഈ ആന്റി ഓക്സിഡൻസ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളതാണ് പഴങ്ങളിലും പച്ചക്കറികളിലും. ഇത് നന്നായിട്ട് എടുക്കാനായിട്ട് നമ്മൾ നോക്കുക. ഓരോ സമയത്തും നമ്മുടെ ബോഡിയെ ഡിറ്റോക്സിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഫ്രീ റാഡിക്കൽസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഈ ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ആന്റി ഓക്സിഡൻസിന്റെ കണ്ടന്റ്സ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും നിങ്ങൾ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് അവോക്കാഡോ കഴിക്കാവുന്നതാണ്, ബെറീസ് കഴിക്കാവുന്നതാണ്. ഇനി അവോക്കാഡോ എക്സ്പെൻസീവ് ആണ്, നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് സാധാ ബനാന കഴിക്കാവുന്ന നല്ലതാണ്. അതുപോലെ ഗുവാവ, നമ്മുടെ പേരയ്ക്ക കഴിക്കുന്നത് നല്ലതാണ്. ഇതെല്ലാം ആന്റി ഓക്സിഡൻസ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഓവുലേഷന് മുൻപുള്ള സമയത്താണ് നിങ്ങൾ ഇതൊക്കെ എടുക്കുന്നതെങ്കിൽ കൂടി തന്നെയും ആ ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്നും നമ്മുടെ എഗ്ഗിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഇതൊരു പ്രൊട്ടക്ഷൻ ലെയർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ അയേണും സിങ്കും ഫോളിക് ആസിഡും പ്രോട്ടീനും ആന്റി ഓക്സിഡൻസും ഒക്കെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനെയും ജോയിൻ ചെയ്യിപ്പിച്ച് കുഞ്ഞിലോട്ട് ഇതെല്ലാം ഡയറക്റ്റ് ആയിട്ട് എത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മറ്റൊരു ടിപ്പാണ് എക്സസൈസ് എന്ന് പറയുന്നത്. ഓവുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും മടിയാണ്, എല്ലാവർക്കും സംശയമാണ്, എക്സസൈസ് ചെയ്യാവോ, പ്രഗ്നൻസി ഫെയിൽ ആയി പോകുമോ, കുഞ്ഞിലോട്ടുള്ള എന്തെങ്കിലും കുഞ്ഞിന് കൂടുതൽ പ്രഷർ വരുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട് എക്സസൈസ് ചെയ്യാതെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. നമ്മൾ ഒരിക്കലും ആ ഒരു മിസ്റ്റേക്ക് ചെയ്യാതിരിക്കുക. നമ്മൾ എടുക്കുന്ന ഭക്ഷണം, നമ്മൾ എടുക്കുന്ന എന്ത് ന്യൂട്രീഷൻ ആണെങ്കിലും അത് കുഞ്ഞിലോട്ട് എത്തണമെങ്കിൽ രക്തോട്ടം പ്രോപ്പർ ആയിട്ട് തന്നെ നടക്കണം. നമ്മളിപ്പോൾ ഒരുപാട്
വണ്ണമുള്ളവരാണ്, ഫാറ്റ് ടിഷ്യൂസ് ഒക്കെ ഒരുപാട് ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് കുഞ്ഞിലോട്ടുള്ള രക്തയോട്ടം എത്തുന്നതിനെ ഒന്ന് ഹാംഫുള്ളി അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്താണെങ്കിലും ഫിസിക്കലി ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഏതെല്ലാം എക്സസൈസ് ചെയ്യണമെന്ന് ഏറ്റവും കൂടുതൽ സംശയമുള്ളവരാണ് ഈ വീഡിയോ കേൾക്കുന്ന ഭൂരിഭാഗം ആളുകളും. ഓവുലേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസ് ഞാനിവിടെ പറയാം കേട്ടോ. അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ആദ്യത്തേതാണ് ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ്. നമ്മുടെ കാലുകൾ നേരെ മതിലിന് നേരെയായിട്ട് ഉയർത്തി പിടിച്ചിട്ട് ഒരു 90 ഡിഗ്രിയിൽ നമ്മൾ കിടക്കുന്ന ഒരു പൊസിഷനാണ് ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ്. ഇത് നമുക്ക് ഒരു ടെൻഷനും കൂടാതെ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ്. നമ്മുടെ അബ്ഡമൻ ഭാഗത്തോട്ട്, നമ്മുടെ പെൽവിക്കിന്റെ ഭാഗത്തോട്ടൊക്കെ രക്തയോട്ടം ഒരുപാട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ എംബ്രിയോ ഇംപ്ലാന്റേഷൻ നന്നായിട്ട് നടക്കുന്നതിനും കുഞ്ഞിന്റെ ഗ്രോത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതിനും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. രണ്ടാമത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ് മാലാസന എക്സസൈസ്. ഇത് ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന രീതിക്ക് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ്. ഇത് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇത് പെൽവിക്കിന്റെ ഭാഗമൊക്കെ വികസിക്കുന്നതിനും അബ്ഡമൻ പോർഷനിലോട്ട് നന്നായിട്ട് രക്തയോട്ടം ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു എക്സസൈസ് ആണ് ബ്രിഡ്ജ് പോസ് എന്ന് പറയുന്നത്. നമ്മൾ കിടക്കുക, നേരെ ഒരു ഷേപ്പിൽ നമ്മൾ കിടക്കുക, അതിനുശേഷം നമ്മുടെ കാലുകൾ നേരെ അങ്ങോട്ട് കുത്തിവെക്കുക, നമ്മുടെ നടു ഒന്ന് പൊക്കുക. ഈ ഒരു നമ്മുടെ ഒരു സ്ലോപ്പ് പോലെ, ഒരു സീസോയുടെ ഒരു സ്ലോപ്പ് പോലെ അപ്പോൾ നമ്മുടെ ബോഡി ആകും. ഇതും നമ്മുടെ ആ ഒരു യൂട്രസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും എംബ്രിയോ ഇംപ്ലാന്റേഷൻ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തൊരു എക്സസൈസ് ആണ് മാലാസന വോക്ക് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന രീതിക്ക് നമ്മൾ ഇരിക്കുക, അതിനുശേഷം ഓരോ ചുവടും ആ ഇരുന്നോണ്ട് തന്നെ നമ്മൾ വെച്ച് പോവുക. ഇതും ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ് കേട്ടോ. ഇനി ഈ പറഞ്ഞ ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് പേടിയാണെങ്കിൽ ഒരു 30 മിനിറ്റ് ദിവസവും നിങ്ങൾ വാക്കിംഗ് ചെയ്യുക. അത് ഒരുപാട് സ്പീഡിലൊന്നും അല്ലാട്ടോ നടക്കേണ്ടത്, മൈൽഡ് ആയിട്ടുള്ള രീതിക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് വേർക്കുന്ന രീതിക്ക് എന്നാൽ ഒന്ന് ആക്റ്റീവായിട്ട് വാക്കിംഗ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതെല്ലാം കൃത്യമായിട്ട് ഓവുലേഷന് ശേഷം നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. ഒരു മാസം ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 മാസമെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുക. കാരണം ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് എക്സ്പെൻസ് ഒന്നും ഇല്ലല്ലോ, നമ്മൾ ഒരുപാട് പണച്ചിലവ് ഇടേണ്ട ആവശ്യമില്ല. എന്ന് വെച്ച് ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് വേണ്ടെന്നല്ല, ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് എടുക്കുന്നതോടൊപ്പം പല ആളുകളും ഓവുലേഷൻ കഴിഞ്ഞിട്ട് പ്രൊജസ്ട്രോണിന്റെ സപ്ലിമെന്റ്സ് എടുക്കാറുണ്ട്. ഈ സപ്ലിമെന്റ്സ് എടുത്തിട്ട് വെറുതെ അങ്ങടെ ബെഡിൽ റെസ്റ്റ് എടുത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രഗ്നൻസി ആകാനായിട്ടുള്ള ചാൻസസ് വളരെ കുറവാണ്. പ്രൊജസ്ട്രോണിന്റെ സപ്ലിമെന്റ്സ് എടുക്കുക, ഒപ്പം ഇതുപോലുള്ള ടോപ്പിക്സും ഇതുപോലുള്ള ടിപ്സും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ ആ ഒരു സൈക്കിളിൽ തന്നെ നമുക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.